Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് CPT ഡൈജസ്റ്റ് സിസ്റ്റത്തിലെ കൊളോണോസ്കോപ്പി എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. First of all, what is colonoscopy? It is a medical procedure that involves examining the inside of the colon and rectum using a flexible tube with a camera called a colonoscope. അപ്പോൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ആണ്. എൻഡോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ഇൻസൈഡ്, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഇന്നർ പാർട്ട് ഓഫ് ദ ബോഡീനെ എക്സാമിൻ ചെയ്യുന്ന പ്രൊസീജിയറാണ് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പ് എന്നുള്ള ഡിവൈസാണ് അതിന് യൂസ് ചെയ്യുന്നത്. സോ കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പോൾ കോളോൺ ആണ് എക്സാമിൻ ചെയ്യുന്നത്. കോളോൺ മീൻസ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. സോ ലാർജ് ഇൻറ്റസ്റ്റൈനും റെക്റ്റവും ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ട്യൂബ് യൂസ് ചെയ്ത് എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്നതിന് കൊളോണോസ്കോപ്പ് എന്നാണ് ആ ഒരു ട്യൂബ് അറ്റാച്ച്ഡ് ക്യാമറേനെ പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എൻഡോസ്കോപ്പി എന്നുള്ള ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ കുറച്ച് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കത് നോക്കാം. First one, proctosigmoidoscopy. It is the examination of the rectum and may include examination of a portion of the sigmoid colon. Procto എന്ന് പറയുന്നത് rectum and anus ആണ് വരുന്നത്. Then sigmoid. So rectത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു പോർഷൻ ഓഫ് സിഗ്മോയിഡ് കോളണും എക്സാമിനേഷൻ നടത്തുകയാണെങ്കിൽ ദാറ്റ് ഇസ് proctosigmoidoscopy. Next one, sigmoidoscopy is the examination of the entire rectum, sigmoid colon and may include examination of a portion of the descending colon. അപ്പം സിഗ്മോയിഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ സിഗ്മോയിഡ് കോളൻ മാത്രമല്ല എക്സാമിൻ ചെയ്യുന്നത്, കംപ്ലീറ്റ് റെക്റ്റം പ്ലസ് സിഗ്മോയിഡ് കോളൻ, ദെൻ ഒരു ചെറിയ പോർഷൻ ഓഫ് ദി ഡിസെൻഡിങ് കോളോൺ കൂടി പറയുന്നുണ്ട്. Next one, colonoscopy ആണ്. It is the examination of the entire colon from the rectum to the cecum and may include examination of the terminal ileum or small intestine proximal to an anastomosis ആണ് പറയുന്നത്. സോ കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് കോളോൺ, അതായത് കംപ്ലീറ്റ് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ എക്സാമിനേഷൻ പ്ലസ് അതിൽ എവിടം തൊട്ട് എവിടം വരെയാണ്, റെക്റ്റം തൊട്ട് സീക്കം വരെയാണ് പറയുന്നത്. ആൻഡ് മേ ഇൻക്ലൂഡ് എക്സാമിനേഷൻ ഓഫ് ദി ടെർമിനൽ ഇലിയം, ലാസ്റ്റ് പോർഷൻ ഓഫ് ദി ഇലിയം അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലാസ്റ്റ് പോർഷനും കൂടി എക്സാമിൻ ചെയ്യുന്നതൊക്കെ കൊളോണോസ്കോപ്പിയിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വൺ, കൊളോണോസ്കോപ്പി ത്രൂ സ്റ്റോമയാണ്. സ്റ്റോമ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ കൊളോണോസ്കോപ്പി ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് ദി എക്സാമിനേഷൻ ഓഫ് ദി കോളോൺ ഫ്രം ദി കോളോസ്റ്റോമി സ്റ്റോമ ടു ദി സീക്കം ആൻഡ് മേ ഇൻക്ലൂഡ് എക്സാമിനേഷൻ ഓഫ് ദി ടെർമിനൽ ഇലിയം ഓർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും കോളോണിൻ്റെ എക്സാമിനേഷനാണ് പറയുന്നത്. ബട്ട് ഇവിടെ ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് സ്മോൾ ഇൻസിഷൻ, ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ആയിരിക്കും ഈ കൊളോണോസ്കോപ്പി ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ യൂഷ്വലി കൊളോണോസ്കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണ്, ത്രൂ എയ്നൽ ഓപ്പണിംഗ് ആണ് ഈ ഒരു കൊളോണോസ്കോപ്പി ഇൻസേർട്ട് ചെയ്ത് അങ്ങനെയാണ് റെക്റ്റം ടു സീക്കം എക്സാമിനേഷൻ നടത്തുന്നത്. സോ ത്രൂ എ സ്റ്റോമയാണെങ്കിൽ, ഒരു സ്മോൾ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അതിനെ കൊളോണോസ്കോപ്പി ത്രൂ സ്റ്റോമ എന്നാണ് പറയുന്നത്. സോ ഈ കൊളോണോസ്കോപ്പിയുടെ കോഡുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കോഡുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കോഡുകൾ ഈസിലി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊളോണോസ്കോപ്പി ഡിസിഷൻ ട്രീ എന്നുള്ള ഒരു ഡയഗ്രാം കാണാൻ പറ്റും. സോ അത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കോഡുകൾ പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ ഡിസിഷൻ ടു അണ്ടർഗോ കൊളോണോസ്കോപ്പി ആണ് പറയുന്നത്. സോ ഇതിൽ കോഡുകൾ പിക്ക് ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണോ തെറാപ്യൂട്ടിക് പ്രൊസീജിയർ ആണോ എന്ന് നോക്കിയിട്ട് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്ന് നോക്കാം. സോ ആദ്യം തന്നെ ഈ ഒരു കൊളോൺ, അതായത് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഡയഗ്രാം നോക്കുക അല്ലെങ്കിൽ പിക്ചറിലേക്ക് നോക്കുക. ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും
നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനെ 5 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് ഓപ്പണിങ്, അവിടെ ഫസ്റ്റ് പോർഷൻ വരുന്നത് സീക്കമാണ്. ഈ സീക്കത്തിലാണ് അപ്പൻഡിക്സ് അറ്റാച്ച്ഡ് ആയിട്ട് കാണുന്നത്. പിന്നെ അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ ആൻഡ് സിഗ്മോയിഡ് കോളൻ. അത് കഴിഞ്ഞ് നമുക്ക് റെക്റ്റം, എയ്നസ് ഒക്കെയാണ് വരുന്നത്. സോ സീക്കം, അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ, സിഗ്മോയിഡ് കോളൻ, പിന്നെ റെക്റ്റം ആൻഡ് എയ്നസ്. അങ്ങനെയാണ് നമ്മുടെ ഒരു ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ സ്ട്രക്ചർ വരുന്നത്. സോ ഒരു കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ യൂഷ്വലി എയ്നൽ ഓപ്പണിംഗ് വഴി, അതായത് റെക്റ്റം വഴി സിഗ്മോയിഡ് കോളൻ, ഡിസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, അസെൻഡിങ് കോളൻ ആൻഡ് സീക്കം, ഇങ്ങനെയാണ് എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പം തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു, കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത് കംപ്ലീറ്റ് റെക്റ്റം പ്ലസ് റെക്റ്റം തൊട്ട് സീക്കം വരെയുള്ള എക്സാമിനേഷൻ ആണെന്ന് പറഞ്ഞു. സോ റെക്റ്റം തൊട്ട് സീക്കം വരെയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത്. ഇനി ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ത്രൂ സ്റ്റോമ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് കോഡുകൾ പിക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഡസ് നോട്ട് റീച്ച് സ്പ്ലീനിക് ഫ്ലെക്ചർ. ഈ ഡിസെൻഡിങ് കോളൻ്റെയും ട്രാൻസ്വേഴ്സ് കോളൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ഏരിയ ആണ് സ്പ്ലീനിക് ഫ്ലെക്ചർ എന്ന് പറയുന്നത്. സോ കൊളോണോസ്കോപ്പി ചെയ്യുകയാണ് ത്രൂ റെക്റ്റം, സിഗ്മോയിഡ് കോളൻ, ഡിസെൻഡിങ് കോളൻ കഴിഞ്ഞ് സ്പ്ലീനിക് ഫ്ലെക്ചർ വരെ എത്തിയിട്ടില്ലെങ്കിൽ, അതായത് കൊളോണോസ്കോപ്പി എയ്നൽ ഓപ്പണിംഗ് വഴി വന്നു, റെക്റ്റം എക്സാമിൻ ചെയ്തു, സിഗ്മോയിഡ് കോളൻ എക്സാമിൻ ചെയ്തു, ഡിസെൻഡിങ് കോളം വരെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പിയുടെ 45330 എന്നുള്ള കോഡാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ബിയോണ്ട് സ്പ്ലീനിക് ഫ്ലെക്ചർ ബട്ട് നോട്ട് ടു ദി സീക്കം. അതായത് കൊളോണോസ്കോപ്പി ചെയ്യുകയാണ്, റെക്റ്റം, സിഗ്മോയിഡ് കോളൻ, ഡിസെൻഡിങ് കോളൻ, പിന്നെ സ്പ്ലീനിക് ഫ്ലെക്ചർ കഴിഞ്ഞു പോവാണ്. സ്പ്ലീനിക് ഫ്ലെക്ചർ കഴിഞ്ഞ് കൊളോണോസ്കോപ്പി പോയി, പക്ഷെ സീക്കം വരെ എത്തിയിട്ടില്ല. ഓക്കെ, സ്പ്ലീനിക് ഫ്ലെക്ചർ കഴിഞ്ഞു, ഏത് ട്രാൻസ്വേഴ്സ് കോളൻ്റെ അവിടെ വരെ ആയിരിക്കാം, ചിലപ്പോൾ അസെൻഡിങ് കോളം വരെ ആയിരിക്കും, പക്ഷെ സീക്കത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ കോഡ് ചെയ്യേണ്ടത് കൊളോണോസ്കോപ്പിയുടെ 45378 എന്നുള്ള കോഡാണ്. വിത്ത് 53 മോഡിഫയർ അപ്പൻഡ് ചെയ്യണം. 45378ൻ്റെ കൂടെ മോഡിഫയർ 53 കൂടി അപ്പൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കൊളോണോസ്കോപ്പി ചെയ്യുകയാണ്, റെക്റ്റം, സിഗ്മോയിഡ് കോളൻ, ഡിസെൻഡിങ് കോളോൺ എല്ലാം അസെൻഡിങ് കോളോൺ കഴിഞ്ഞ് സീക്കം വരെ എക്സാമിനേഷൻ നടത്തുകയാണെങ്കിൽ, അതായത് റെക്റ്റം ടു സീക്കം വരെ എക്സാമിനേഷൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കൊളോണോസ്കോപ്പി 45378 ആണ് നമ്മൾ അപ്പൻഡ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ മോഡിഫയേഴ്സ് ഒന്നും അപ്പൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി കോഡ് ഡിസ്ക്രിപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണ്, കൊളോണോസ്കോപ്പി സ്റ്റാർട്ട് ചെയ്തു ആൻഡ് സ്പ്ലീനിക് ഫ്ലെക്ചർ വരെ എത്തിയില്ല എങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പിയുടെ 45330 എന്നുള്ള കോഡാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് സിഗ്മോയിഡോസ്കോപ്പി ഫ്ലെക്സിബിൾ ഡയഗ്നോസ്റ്റിക് ഇൻക്ലൂഡിങ് കളക്ഷൻ ഓഫ് സ്പെസിമെൻസ് ബൈ ബ്രഷിംഗ് ഓർ വാഷിംഗ് വെൻ പെർഫോംഡ് ആണ്. അപ്പോൾ എന്താണ് സിഗ്മോയിഡോസ്കോപ്പി? നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞതാണ്. Is the examination of the entire rectum, sigmoid colon and may include examination of a portion of the descending colon. അതായത് കംപ്ലീറ്റ് റെക്റ്റം എക്സാമിൻ ചെയ്യുന്നു, പിന്നെ അതിന് ശേഷം സിഗ്മോയിഡ് കോളനും അതുപോലെ ചെറിയൊരു പോർഷൻ ഓഫ് ദി ഡിസെൻഡിങ് കോളനും എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ സിഗ്മോയിഡോസ്കോപ്പി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ സ്പ്ലീനിക് ഫ്ലെക്ചർ എത്തിയില്ല എന്ന് പറയുമ്പോൾ അപ് ടു ഡിസെൻഡിങ് കോളം വരെ ആയിരിക്കുമല്ലോ കൊളോണോസ്കോപ്പി എത്തിയിട്ടുണ്ടാവുക. സോ നമ്മളതിനെ സിഗ്മോയിഡോസ്കോപ്പി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാരഗ്രാഫാണ്. എൻഡോസ്കോപ്പി ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ താഴത്തുള്ള ഒരു പാരഗ്രാഫാണ്. വെൻ പെർഫോമിംഗ് എ ഡയഗ്നോസ്റ്റിക് ഓർ സ്ക്രീനിങ് എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ഓൺ എ പേഷ്യൻറ്റ് ഹു ഇസ് ഷെഡ്യൂൾഡ് ആൻഡ് പ്രിപ്പയർഡ് ഫോർ എ ടോട്ടൽ കൊളോണോസ്കോപ്പി, ഇഫ് ദ ഫിസിഷ്യൻ ഇസ് അണേബിൾ ടു അഡ്വാൻസ് ദ കൊളോണോസ്കോപ്പ് ടു ദി സീക്കം ഓർ കോളോൺ, small intestine anastomosis due to unforeseen circumstances, report 45378 or 44388
with modifier 53 and provide appropriate documentation. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് കൊളോണോസ്കോപ്പി അണ്ടർഗോ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്തു, പ്രിപ്പറേഷനും എല്ലാം കഴിഞ്ഞു, ആൻഡ് ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് അപ് ടു സീക്കം വരെ കൊളോണോസ്കോപ്പിന് അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് സീക്കം വരെ എത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ത്രൂ സ്റ്റോമി ആണെങ്കിലും, കൊളോണോസ്കോപ്പി ത്രൂ സ്റ്റോമി ആണെങ്കിലും സീക്കം വരെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ 45378 കൊളോണോസ്കോപ്പിയുടെ കോഡ്, അല്ലെങ്കിൽ ത്രൂ സ്റ്റോമി ആണെങ്കിൽ 44388 എന്നുള്ള കോഡിൻ്റെ കൂടെ മോഡിഫയർ 53 അപ്പൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ അപ് ടു സീക്കം എത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ മോഡിഫയർ 53 ആണ് അപ്പൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ കൊളോണോസ്കോപ്പി സ്റ്റാർട്ട് ചെയ്തു പേഷ്യൻറ്റിന്. നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത് എൻറ്റയർ റെക്റ്റം ടു ദി സീക്കം വരെയുള്ള എക്സാമിനേഷൻ ആണ്. സോ എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ് കാരണം അപ് ടു സീക്കം വരെ കൊളോണോസ്കോപ്പിന് പാസ് ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ നമ്മൾ 45378 എന്നുള്ള കോഡിൻ്റെ കൂടെ മോഡിഫയർ 53 കൂടി അപ്പൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു കംപ്ലീറ്റ് കൊളോണോസ്കോപ്പി കണ്ടക്ട് ചെയ്തു എങ്കിലാണെങ്കിൽ, അതായത് ഏനസിൽ നിന്ന് റെക്റ്റം വഴി വന്ന് സിഗ്മോയിഡ് കോളൻ, ഡിസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, അസെൻഡിങ് കോളോണൊക്കെ എക്സാമിൻ ചെയ്ത് സീക്കം വരെ കൊളോണോസ്കോപ്പ് എത്തി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 45378 എന്നുള്ള കൊളോണോസ്കോപ്പിയുടെ കോഡാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ആണ്. സോ കൊളോണോസ്കോപ്പി ഫോർ തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സർജിക്കൽ പ്രൊസീജിയറൊക്കെ പെർഫോം ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെയും സെയിം പാറ്റേൺ തന്നെയാണ്, കോഡുകളുടെ ഡിഫറൻസ് ആണ് വരുന്നുള്ളൂ. സോ ആദ്യം നോക്കേണ്ടത് ഡസ് നോട്ട് റീച്ച് സ്പ്ലീനിക് ഫ്ലെക്ചർ ആണ്. സ്പ്ലീനിക് ഫ്ലെക്ചർ വരെ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പിയുടെ 45331 to 45347 വരെയുള്ള കോഡുകൾ, ആ ഒരു റേഞ്ച് ഓഫ് കോഡുകൾ എന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ്. സോ ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ആണ് ഉണ്ടാവുക. സോ അത് ബേസ് ചെയ്തിട്ട് എന്ത് പ്രൊസീജിയറാണ് പെർഫോം ചെയ്തിട്ടുള്ളതെന്ന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പിയുടെ ഈ ഉള്ള റേഞ്ച് ഓഫ് കോഡുകളിൽ നിന്നാണ് കോഡ് എടുക്കേണ്ടത്. സോ ഇനി നെക്സ്റ്റ് ബിയോണ്ട് സ്പ്ലീനിക് ഫ്ലെക്ചർ ബട്ട് നോട്ട് ടു ദ സീക്കം. സ്പ്ലീനിക് ഫ്ലെക്ചർ പാസ് ചെയ്തു, ബട്ട് സീക്കം വരെ കൊളോണോസ്കോപ്പ് അഡ്വാൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ 45379 തൊട്ട് 45398 വരെയുള്ള കൊളോണോസ്കോപ്പി സർജിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ കോഡുകൾ എടുക്കുക. അതിൻ്റെ ഒപ്പം മോഡിഫയർ 52 അപ്പൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് വൺ അപ് ടു സീക്കം ആണെങ്കിൽ, കൊളോണോസ്കോപ്പി അപ് ടു സീക്കം വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊളോണോസ്കോപ്പിയുടെ കോഡുകളായിട്ടുള്ള 45379 തൊട്ട് 45398 വരെയുള്ള കോഡുകളിൽ ഏതാണോ അപ്രോപ്രിയേറ്റ് കോഡ് അത് റിപ്പോർട്ട് ചെയ്യുക. അവിടെ മോഡിഫയേഴ്സ് ഒന്നും അപ്പൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ കൊളോണോസ്കോപ്പി ചെയ്തു, അതിൻ്റെ കൂടെ ഏതെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഈ കൊളോണോസ്കോപ്പ് അപ് ടു സ്പ്ലീനിക് ഫ്ലെക്ചർ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ 45331 തൊട്ട് 45347 വരെയുള്ള കോഡുകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിൽ 45331 എന്ന് പറയുന്നത് സിഗ്മോയിഡോസ്കോപ്പി ഫ്ലെക്സിബിൾ വിത്ത് ബയോപ്സി സിംഗിളോ മൾട്ടിപ്പിൾ ബയോപ്സീസ് എടുത്തിട്ടുണ്ടെങ്കിൽ 45331 ആണ്. ഇനി എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫോറിൻ ബോഡി റിമൂവൽ ആണെങ്കിൽ 45332 ആണ്. ഇനി എന്തെങ്കിലും റിമൂവൽ ഓഫ് ട്യൂമർ, പോളിപ്സ് ഓർ അതർ ലീഷൻസ് ബൈ ഹോട്ട് ബയോപ്സി ഫോർസെപ്സ് ആണെങ്കിൽ 45333 ആണ്. കൺട്രോൾ ഓഫ് ബ്ലീഡിംഗ് ആണെങ്കിൽ 45334 ആണ്. അങ്ങനെ എന്ത് പ്രൊസീജിയറാണ് പെർഫോം ചെയ്തിട്ടുള്ളത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡാണ് എടുക്കേണ്ടത്. അപ്പോൾ സ്പ്ലീനിക് ഫ്ലെക്ചർ എത്തിയിട്ടില്ല കൊളോണോസ്കോപ്പ് എങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പിയുടെ അണ്ടറിൽ നിന്നുള്ള സർജിക്കൽ കോഡുകളാണ് എടുക്കേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാരഗ്രാഫാണ്. എൻഡോസ്കോപ്പി ഡെഫിനിഷൻസിൻ്റെ അണ്ടറിൽ സെക്കൻഡ് പാരഗ്രാഫാണ് ഇത് വരുന്നത്. ഇഫ് എ തെറാപ്യൂട്ടിക് കൊളോണോസ്കോപ്പി ഇസ് പെർഫോംഡ് ആൻഡ് ഡസ് നോട്ട് റീച്ച് ദ സീക്കം ഓർ കോളോൺ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അനസ്തമോസിസ് റിപ്പോർട്ട് ദി അപ്രോപ്രിയേറ്റ് തെറാപ്യൂട്ടിക് കൊളോണോസ്കോപ്പി കോഡ് വിത്ത് മോഡിഫയർ 52 ആൻഡ് പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് ഡോക്യുമെൻറ്റേഷൻ. ഇപ്പോൾ ഒരു തെറാപ്യൂട്ടിക് കൊളോണോസ്കോപ്പി ചെയ്യുകയാണ്, അത് അപ് ടു സീക്കം എത്തിയിട്ടില്ലെങ്കിൽ, അപ് ടു സീക്കം കൊളോണോസ്കോപ്പ് അഡ്വാൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കൊളോണോസ്കോപ്പിയുടെ സർജിക്കൽ കോഡുകളുടെ കൂടെ മോഡിഫയർ 52 കൂടി അപ്പൻഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്.
സോ നെക്സ്റ്റ് പാരഗ്രാഫ് വരുന്നത് റിപ്പോർട്ട് ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പി 45330 to 45347 for endoscopic examination during which the endoscope is not advanced beyond the splenic flexure. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നമുക്ക് സ്പ്ലീനിക് ഫ്ലെക്ചർ കഴിഞ്ഞ്, അതായത് സ്പ്ലീനിക് ഫ്ലെക്ചർ എത്തിയിട്ടില്ല കൊളോണോസ്കോപ്പ് എങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പി ആണ് എടുക്കുക. ഡയഗ്നോസ്റ്റിക് ആണെങ്കിൽ 45330 എന്നുള്ള കോഡ് എടുക്കും. സർജിക്കൽ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ആണെങ്കിൽ 45331 തൊട്ട് 45347 വരെയുള്ള കോഡുകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് റിപ്പോർട്ട് ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പി ഫോർ എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് എ പേഷ്യൻറ്റ് ഹു ഹാസ് അണ്ടർഗോൺ റിസെക്ഷൻ ഓഫ് ദി കോളോൺ പ്രോക്സിമൽ ടു ദി സിഗ്മോയിഡ്. സിഗ്മോയിഡിൻ്റെ എൻഡിലായിട്ട് കോളോണിൻ്റെ റിസെക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും അല്ല ഹാസ് ആൻ ഇലിയോ സിഗ്മോയിഡ് ഓർ ഇലിയോ റെക്ടൽ അനാസ്റ്റമോസിസ്. അനാസ്റ്റമോസിസ് എന്ന് പറഞ്ഞാൽ വൺസ് കട്ട് ചെയ്ത ട്യൂബിനെ റീജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലും നമ്മൾ ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പി ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ പൗച്ച് എൻഡോസ്കോപ്പി കോഡ്സ് ഫോർ എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് എ പേഷ്യൻറ്റ് ഹു ഹാസ് അണ്ടർഗോൺ റിസെക്ഷൻ ഓഫ് കോളോൺ വിത്ത് ഇലിയോ ഏനൽ അനാസ്റ്റമോസിസ്. ഇലിയോ ഏനൽ അനാസ്റ്റമോസിസൊക്കെ അണ്ടർഗോ ചെയ്ത് കോളോൺ റിസെക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൗച്ച് എൻഡോസ്കോപ്പിയുടെ 44385 386 എന്നുള്ള കോഡുകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ പാരഗ്രാഫുകൾ കൂടി നോക്കുക. നെക്സ്റ്റ് പാരഗ്രാഫ് റിപ്പോർട്ട് കൊളോണോസ്കോപ്പി 45378 to 45398 for endoscopic examination of a patient who has undergone segmental resection of the colon. Example, hemicolectomy, sigmoid colectomy, low anterior resection. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് സെഗ്മെൻ്റൽ റിസെക്ഷൻ ഓഫ് കോളോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഹെമി മീൻസ് പാർഷ്യൽ കോളോണിൻ്റെ സർജിക്കൽ റിമൂവലാണ്, അല്ലെങ്കിൽ സിഗ്മോയിഡ് കോളൻ്റെ റിമൂവൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ലോ ആൻറ്റീരിയർ റിസെക്ഷൻ ഒക്കെ പെർഫോം ചെയ്യുകയാണെങ്കിലും നമ്മൾ കൊളോണോസ്കോപ്പിയുടെ കോഡുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി ഫോർ കൊളോണോസ്കോപ്പി ത്രൂ സ്റ്റോമയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് കൊളോണോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ നമ്മൾ 44388 തൊട്ട് 44408 വരെയുള്ള കോഡുകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. Next paragraph, when bleeding occurs as a result of an endoscopic procedure, control of bleeding is not reported separately during the same operative session. ഇപ്പോൾ ഒരു എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ പെർഫോം ചെയ്യുമ്പോൾ ഒരു ബ്ലീഡിങ് വരികയാണെങ്കിൽ ആ ഒരു ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് ഇത് കൊളോണോസ്കോപ്പിയുടെ കേസിൽ മാത്രമല്ല, എന്ത് ടൈപ്പ് ഓഫ് എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ചെയ്താലും നമ്മുടെ ഇന്നർ പാർട്ടിലേക്ക് ഒരു ഫ്ലെക്സിബിൾ ട്യൂബാണെങ്കിലും റിജിഡ് ട്യൂബാണെങ്കിലും ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്ത് ചെറിയൊരു ബ്ലീഡിങ് ഒക്കെ ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതും സെപ്പറേറ്റ്ലി നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ഒരു എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ചെയ്യുന്ന ടൈമിലുള്ള ബ്ലീഡിംഗ് ആണ്. പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ഒരു കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ബ്ലീഡിങ് വരികയാണ്, അതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ആഫ്റ്റർ ദ പ്രൊസീജിയർ ആണെങ്കിൽ, സെയിം ഓപ്പറേറ്റീവ് സെഷനിലല്ലാതെ പിന്നീട് ഒരു ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുകയാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ്, അതിൻ്റെ കൺട്രോളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പിന്നീട് അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ നടക്കുമ്പോൾ ബ്ലീഡിങ് ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൺട്രോൾ ഓഫ് ബ്ലീഡിങ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫോർ കമ്പ്യൂട്ടർ ടോമോഗ്രഫി കൊളോണോഗ്രഫി C74261 to 74263. കമ്പ്യൂട്ടഡ് CT കൊളോണോഗ്രഫി ചെയ്യുകയാണെങ്കിൽ 74261 തൊട്ട് 263 വരെയുള്ള കോഡുകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1. After informed consent was obtained, the patient was placed in the left lateral decubitus position and sedated. The Olympus video colonoscope was inserted through the anus and was advanced in retrograde fashion through the sigmoid colon, descending colon and to the splenic flexure. There was a large amount of stool at the flexure which appeared to be impacted. The physician decided not to advance to the cecum due to
to the impaction and the scope was pulled back into the descending colon and then slowly withdrawn. The mucosa was examined in detail along the way and was entirely normal. Upon reaching the rectum, retroflexion examination of the rectum was normal. The colonoscope was then straightened out, the air removed and the scope withdrawn. The patient tolerated the procedure well. So, ഇവിടെ ഒരു പേഷ്യൻറ്റിനെ കൊളോണോസ്കോപ്പി അണ്ടർഗോ ചെയ്യാണ്. സോ കൊളോണോസ്കോപ്പ് എയ്നസിലൂടെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. റിട്രോഗ്രേഡ് ഫാഷൻ എന്ന് പറഞ്ഞാൽ മൂവിങ് ബാക്ക്വേർഡ്സ് ആണ്. നമ്മൾ യൂഷ്വലി ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പാർട്സ് വരുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ത്രൂ എയ്നസ് ആണല്ലോ കൊളോണോസ്കോപ്പ് ഇൻസേർട്ട് ചെയ്യുന്നത്, അതിനെയാണ് റെട്രോഗ്രേഡ് എന്ന് പറയുന്നത്. സോ സിഗ്മോയിഡ് കോളൻ, ഡിസെൻഡിങ് കോളൻ കഴിഞ്ഞ് സ്പ്ലീനിക് ഫ്ലെക്ചർ എത്തി. അപ്പോൾ സ്പ്ലീനിക് ഫ്ലെക്ചറിൻ്റെ അവിടെ ലാർജ് എമൗണ്ട് ഓഫ് സ്റ്റൂള് അവിടെ ഇമ്പാക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ കൊളോണോസ്കോപ്പ് അഡ്വാൻസ് ചെയ്യേണ്ട എന്ന്, സീക്കം വരെ അഡ്വാൻസ് ചെയ്യേണ്ട എന്ന് ഫിസിഷ്യൻ ഡിസൈഡ് ചെയ്യാണ്. സോ തിരിച്ച് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ റെക്റ്റം എക്സാമിൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ റിട്രോഗ്രേഡ് ഫാഷനിലാണ്, എയ്നസിലൂടെയാണ് കൊളോണോസ്കോപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. സിഗ്മോയിഡ് കോളൻ, ഡിസെൻഡിങ് കോളൻ അപ് ടു സ്പ്ലീനിക് ഫ്ലെക്ചർ എത്തുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ടാണ് നോട്ട് ടു അഡ്വാൻസ് ടു സീക്കം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ തിരിച്ച് റിട്രീവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ കൊളോണോസ്കോപ്പിയുടെ കേസിൽ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ് ടു സ്പ്ലീനിക് ഫ്ലെക്ചർ ആണോ ബിയോണ്ട് സ്പ്ലീനിക് ഫ്ലെക്ചർ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ സ്പ്ലീനിക് ഫ്ലെക്ചർ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കൊളോണോസ്കോപ്പിയുടെ കോഡാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് സീക്കം വരെ എത്തിയിട്ടുണ്ടോയെന്നാണ്. അപ്പോൾ സീക്കം വരെ അഡ്വാൻസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൊളോണോസ്കോപ്പിയുടെ കോഡിൻ്റെ കൂടെ മോഡിഫയർ 53 അപ്പൻഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇവിടെ പ്രൊസീജിയേഴ്സോ അങ്ങനെ സർജിക്കലി ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഡയഗ്നോസ്റ്റിക് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ കോഡുകൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 45330 ആണ്. 45330 എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പിയുടെ കോഡാണ് വരുന്നത്. സോ ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പി റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ കൊളോണോസ്കോപ്പ് സ്പ്ലീനിക് ഫ്ലെക്ചർ വരെ എത്തിയിട്ടുണ്ടാവരുത്. ബട്ട് ഇവിടെ സ്പ്ലീനിക് ഫ്ലെക്ചർ വരെ എത്തിയിട്ടുണ്ട്. സോ ഓപ്ഷൻ എ ആൻഡ് ബി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓപ്ഷൻ സി ആൻഡ് ഡി നോക്കുകയാണെങ്കിൽ 45378 ആണ് കോഡ് വരുന്നത്. അത് കൊളോണോസ്കോപ്പിയുടെ കോഡാണ്. ബട്ട് ഇവിടെ സീക്കം വരെ അഡ്വാൻസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ മോഡിഫയർ 53 അപ്പൻഡ് ചെയ്യേണ്ടതാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. Number 2, doctor missed to perform the following procedures on a patient: a flexible diagnostic colonoscopy with the collection of 8 specimens by brushing in the morning. Later the same day, the patient had a diagnostic upper gastrointestinal endoscopy, including the esophagus, stomach and the jejunum with transmural drainage of a pseudocyst. These procedures were not staged or related and occurred during different sessions. What codes capture these procedures? സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡോക്ടർ മിസ്ഡ് ഒരു സീക്വൻസ് ഓഫ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എ ഫ്ലെക്സിബിൾ ഡയഗ്നോസ്റ്റിക് കൊളോണോസ്കോപ്പി വിത്ത് കളക്ഷൻ ഓഫ് 8 സ്പെസിമെൻസ് ബൈ ബ്രഷിംഗ് ഇൻ ദ മോർണിംഗ് ആണ്. ഇവിടെ ഫ്ലെക്സിബിൾ ഡയഗ്നോസ്റ്റിക് കൊളോണോസ്കോപ്പി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഒരു കളക്ഷൻ ഓഫ് 8 സ്പെസിമെൻസ് വരുന്നുണ്ട്. ബയോപ്സി എടുത്തതുകൊണ്ട് തന്നെ നമുക്കതിനെ പിന്നെ ഒരു ഡയഗ്നോസ്റ്റിക് കൊളോണോസ്കോപ്പി ആയിട്ട് കോഡ് ചെയ്യാൻ പറ്റില്ല. സർജിക്കൽ കൊളോണോസ്കോപ്പി ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. അതിൽ ബയോപ്സി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ലേറ്റർ ദ സെയിം ഡേ ഡയഗ്നോസ്റ്റിക് അപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ എൻഡോസ്കോപ്പി ചെയ്യുന്നുണ്ട്. അതിൽ ഈസോഫാഗസ്, സ്റ്റൊമക് ആൻഡ് ജെജൻ എക്സാമിൻ ചെയ്യുന്നുണ്ട്. ട്രാൻസ്മ്യൂറൽ ഡ്രെയിനേജ് ഓഫ് എ സ്യൂഡോസിസ്റ്റും പറയുന്നുണ്ട്. സോ ഇവിടെയും നമുക്ക് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് അവിടെ ട്രാൻസ്മ്യൂറൽ ഡ്രെയിനേജ് ഓഫ് എ സ്യൂഡോസിസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആയിട്ട് മാറുന്നുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രൊസീജിയർ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആയിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ആ പ്രൊസീജിയറിൻ്റെ ലാസ്റ്റ് വരെ നമ്മൾ റീഡ് ചെയ്ത് കൺഫേം ചെയ്യണം അവിടെ വേറെ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല എന്ന്. എങ്കിൽ മാത്രമേ നമുക്ക് ഡയഗ്നോസ്റ്റിക് കോഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ 2 സിനാരിയോയിലും ഫ്ലെക്സിബിൾ ഡയഗ്നോസ്റ്റിക്കും അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ എൻഡോസ്കോപ്പി ആയിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും രണ്ടിലും പ്രൊസീജിയർ പെർഫോം ചെയ്യുമ്പോൾ അത് പിന്നെ നമ്മൾ സർജിക്കൽ കോഡുകൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ.
ഇനി ഈ രണ്ട് പ്രൊസീജിയേഴ്സും സ്റ്റേജ്ഡോ റിലേറ്റഡോ അല്ല, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സെഷൻസിലാണ് പെർഫോം ചെയ്തത് എന്നും പറയുന്നുണ്ട്. ഇനി നമ്മൾ കോഡുകൾ നോക്കിയാൽ ഓപ്ഷൻ എ 45380, ദാറ്റ് ഇസ് കൊളോണോസ്കോപ്പി ഫ്ലെക്സിബിൾ വിത്ത് ബയോപ്സി സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ആണ്. ദാറ്റ് ഇസ് ഫ്ലെക്സിബിൾ കൊളോണോസ്കോപ്പി ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബയോപ്സി സിംഗിൾ ആണെങ്കിലും മൾട്ടിപ്പിൾ ആണെങ്കിലും നമുക്ക് കോഡിൽ ചേഞ്ച് വരുന്നില്ല. അതായത് 1 ബയോപ്സി എടുത്താലും 8 ബയോപ്സി എടുത്താലും നമ്മുടെ കോഡിൽ ചേഞ്ച് വരില്ല, കാരണം ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയിലുള്ള 45380ൻ്റെ കൂടെ × 8 കൊടുക്കാൻ പാടില്ല, കാരണം സിംഗിൾ ആയാലും മൾട്ടിപ്പിൾ ആയാലും നമ്മുടെ കോഡിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ ഓപ്ഷൻ എ റോങ് ആണ്. പിന്നെ ഓപ്ഷൻ ബിയിലെ 43239 ആണ്. സോ അത് വരുന്നത് ഈസോഫാഗോ ഗ്യാസ്ട്രോ ഡിയോഡിനോസ്കോപ്പിയുടെ ഫ്ലെക്സിബിൾ ട്രാൻസോറൽ വിത്ത് ബയോപ്സി സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ആണ്. പക്ഷേ ഇവിടെ ബയോപ്സി എടുത്തിട്ടുള്ളത് കൊളോണോസ്കോപ്പിയിലാണ്. ഈസോഫാഗോ ഗ്യാസ്ട്രോ ഡിയോഡിനോസ്കോപ്പി ചെയ്തിട്ടുള്ളത് വേറെ പ്രൊസീജിയറാണ്, ട്രാൻസ്മ്യൂറൽ ഡ്രെയിനേജ് ഓഫ് സ്യൂഡോസിസ്റ്റ് ആണ് അതിലൂടെ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ഓപ്ഷനും റോങ് ആണ്. ഓപ്ഷൻ സി നോക്കിയാൽ 45380 ആണ്, അത് കൊളോണോസ്കോപ്പി വിത്ത് ബയോപ്സി സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ആണ്. ആ കോഡ് കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ 43240 നോക്കുക, അത് വരുന്നത് ഈസോഫാഗോ ഗ്യാസ്ട്രോ ഡിയോഡിനോസ്കോപ്പി ഫ്ലെക്സിബിൾ ട്രാൻസോറൽ വിത്ത് ട്രാൻസ്മ്യൂറൽ ഡ്രെയിനേജ് ഓഫ് സ്യൂഡോസിസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് അതുപോലെ തന്നെ മോഡിഫയർ 59 അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിഫറെൻറ്റ് സെഷൻസിലാണ് രണ്ട് പ്രൊസീജിയർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ രണ്ടും ഡിഫറെൻറ്റ് സെഷൻസ് ആണ്, ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ആണ് എന്ന് കാണിക്കാൻ, ഡിസ്റ്റിങ്ക്റ്റ് പ്രൊസീജിയേഴ്സ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 59 മോഡിഫയറും അവിടെ അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്ഷൻ ഡി കൂടി നോക്കാം. 45378 എന്ന് പറയുന്നത് കൊളോണോസ്കോപ്പി ഫ്ലെക്സിബിൾ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ്. സോ ഇവിടെ ബയോപ്സി എടുത്തു എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡയഗ്നോസ്റ്റിക് കോഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് കോഡ് വരുന്നത് 43235 ആണ്, അതും ഈസോഫാഗോ ഗ്യാസ്ട്രോ ഡിയോഡിനോസ്കോപ്പിയുടെ ഡയഗ്നോസ്റ്റിക് കോഡാണ്. സോ ഓപ്ഷൻ ഡിയും റോങ് ആണ്. സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എപ്പോഴും നമ്മൾ ഒരു ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക, എങ്കിലും നമ്മൾ ഉറപ്പ് വരുത്തുക ഡയഗ്നോസ്റ്റിക്കിൻ്റെ കോഡ് എടുക്കണമെങ്കിൽ അവിടെ ഒരു സർജിക്കൽ പ്രൊസീജിയറും പെർഫോം ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഒരു സർജിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്താൽ നമ്മൾ പിന്നെ ഡയഗ്നോസ്റ്റിക് കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. സോ ഐ ആം കണ്ടക്ടിങ് എ CPC പ്രിപ്പറേഷൻ ക്ലാസ്. 15 days ആണ് ക്ലാസ് ഡ്യൂറേഷൻ വരുന്നത്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്, ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്, 1-on-1 സെഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. So for more details either mail ചെയ്യുക medcoda0907@gmail.com, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിലാണ് മെഡിക്കൽ കോഡർ സർട്ടിഫൈഡ്. സോ അതിലേക്ക് DM ചെയ്യുക. താങ്ക് യു.